മനസ്സിലാവാത്ത ആൾക്കാർക്ക് we are going to the craziest house in the whole universe. Hi guys, good morning. Welcome to our new vlog. Welcome to another beautiful day from Dallas. ഭാഗ്യത്തിന് നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ നല്ല വെതറാണ് കിട്ടുന്നത്. രാവിലെ വലിയ മഴയൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലൊരു 23-24, രാത്രി ഒരു 17-16 ഡിഗ്രീസിലാണ് ടെമ്പറേച്ചർ കിട്ടുന്നത്. സോ ദലാത്ത് ആക്ച്വലി ഇസ് ക്രേസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിയറ്റ്നാമീസ് ഉണ്ടല്ലോ, അവർക്ക് ഈ യൂറോപ്യൻ കൾച്ചറിനോട് ഭയങ്കര ഫാസിനേഷൻ ഉള്ളവരാണെന്ന് തോന്നുന്നത്. ദേ വോണ്ട് ടു ഡു സോ മെനി യുണീക് തിങ്. അവർക്ക് യൂറോപ്പ് ഇവിടെ റീബിൽഡ് ചെയ്യണം. ഒരു ക്രേസി ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 3 വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ എന്താണ് ക്രേസി ഹൗസ്? അത് ശരിക്കും ക്രേസി ആണോ അതോ കാണാൻ പോകുന്ന ഞങ്ങളാണോ ക്രേസി? ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ ഡേ ഫ്രം ഡലാത്ത്. ഇന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്താണെന്നറിയോ? ക്രേസി ഹൗസ്. പോകുന്നവരും ക്രേസിയാ, ഹൗസ് പണിതവരും ക്രേസിയാ, നമ്മളും ക്രേസി, അവരും ക്രേസി, എല്ലാം കൂടെ ക്രേസി. ഭയങ്കര രസം. ഇത് ഒരു ആർട്ടിസ്റ്റിന് കൺസ്ട്രക്ട് ചെയ്യാൻ കൊടുത്തതാണ്. അയാൾ പറഞ്ഞു അയാൾ ഒരു ലിമിറ്റേഷനും ഇമാജിനേഷനും ഇല്ലാതെ കൺസ്ട്രക്ട് ചെയ്താണ്. സോ ഒരു ലോജിക്കും ഇല്ല, ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് എ മോസ്റ്റ് വിയർഡസ്റ്റ് ഒരു ഡിസൈൻ ഇൻ ദ വേൾഡ്. അങ്ങനെയാ. മറ്റേ ഇംഗ്ലീഷ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് we are going to the craziest house in the whole universe. അത് ഇംഗ്ലീഷ് മനസ്സിലാവാത്തവരെങ്ങനെ ഇത് മനസ്സിലാവുന്നത്? ഇത് ഇപ്പൊ ഇംഗ്ലീഷിലല്ലേ പറഞ്ഞത്? ഓ, മലയാളം മനസ്സിലാത്തവർക്ക് വേദം ഇംഗ്ലീഷിൽ. വേദിന്റെ ഫ്രണ്ട്സിന് അറിയില്ലാന്ന്. കുറച്ച് ഹിന്ദിക്കാരുണ്ടല്ലോ, സോ അവർക്ക് വേണ്ടി നോവാഞ്ച ഇസാനൊക്കെ. സോ ഇസാൻ ഹിന്ദിയാണോ? പിന്നെന്താ അറിയില്ല. അപ്പൊ ഇസാന് വേണ്ടിയാണ് വേദു ഹിന്ദി ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രത്യേകം കാണണം. You have to watch this vlog. Whatever Vedu says, you should know. Okay. അപ്പൊ വേദു speaking in English only for Izan and Novan. Yeah. അപ്പൊ വേദു explain in English, okay? Okay. Okay. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. Hopefully it won't last that long. മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. കാരണം നമുക്ക് കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് കാണിക്കേണ്ടത്. ഇൻഡോർ കാണിക്കാൻ ഇവിടെ ഒന്നുമില്ല, മോളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതൊന്നും ഇല്ല. റെയിൻ വന്ന പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ്. എന്തൊരു സൈസാ! ഞാനിത് കണ്ടില്ല. ഞാൻ മറ്റേ അഗോഡയിലൊക്കെ ബുക്കിംഗ് ചെയ്യാൻ നോക്കിയപ്പോ ഭയങ്കര വലിയ ഹോട്ടൽ. മെർപെർലെ ദലാത്ത്, ഒരു ഫ്രഞ്ച് പാർലമെന്റ് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് സിറ്റി സെന്റർ. വിൻമാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആണ്. ഗൈസ്, ഇതാണ് ക്രേസി ഹൗസ്. കണ്ട ഒന്നുമില്ലല്ലോ, ചെറിയ ഒരു എൻട്രൻസ് പോലെ ഉള്ളൂ. അകത്ത് പോകുമ്പോൾ നോക്കിക്കോ. പ്രിയ, എന്താ? നമുക്ക് 3 പേർക്കും കൂടെ കയറാനായിട്ട് 600 രൂപയാണ് ഒരു ട്രിപ്പ്. ഇതിനകത്ത് ആക്ച്വലി ഇതൊരു ഹോട്ടലും കൂടെ, അറിയോ? ഇവിടെ താമസിക്കാം. ഞാൻ ആക്ച്വലി ഇവിടെ ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് റൂംസ് ആർ വെരി സ്മോൾ. ബാ, അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇത്രയും ക്രേസി ആയിട്ടുള്ള ഒരു ഹൗസ് എന്ന്. ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ടുപിടിക്കണം എന്തൊക്കെയാ ഇവിടുത്തെ ഒരു ഇമാജിനേഷൻ എന്നുള്ളത്. ഇത് എന്താ വേദുവിന് എന്തായിട്ട് തോന്നുന്നത്? ചുമ്മാ ഫോറസ്റ്റ് ആവും. അത് തന്നെ കറക്റ്റ്. അത് ജിറാഫിന്റെ വയറ് വിൻഡോ ആക്കി വെച്ചിരിക്കുക. കണ്ടാ, ഇത് ജിറാഫിന്റെ തല. എന്തായാലും പ്രിയ പൊളിച്ചു കേട്ടാ. ഇത് മറ്റേ ഒരു ജിറാഫും ഒരു സീബ്രയും സ്റ്റെപ്സ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അവര്. അല്ലെ, തടി കഷ്ണങ്ങൾ പോലെയാണ് സ്റ്റെപ്സ് ഒക്കെ. ഓ, അതും കറക്റ്റാ. എനിക്കിത് തടി കഷ്ണങ്ങൾ പോലെയാ തോന്നുന്നത്. അതാണ് ആർട്ടിസ്റ്റിക് മൈൻഡ് വേണം. അതില്ല എനിക്ക്. ആർട്ടിസ്റ്റിന് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. ജിറാഫിന്റെ പോസ് ആണത്. ഇതാണോ? ഇതിന്റെ അകത്ത് ഗസ്റ്റ് താമസിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ റൂം എടുക്കാം, നമുക്കിവിടെ താമസിക്കാം. എക്സ്പെൻസീവ് അല്ല റൂം. 1500-2000 രൂപയ്ക്കേ ഉള്ളൂ. നല്ല കാറ്റുണ്ട് കേട്ടോ, കൊറേ സർക്കുലേഷൻ ഉണ്ട്, കൊറേ സ്റ്റെപ്സ് ഉണ്ട്. അതുണ്ട്. നമ്മുടെ പെട്ടിയും കൊണ്ട് എങ്ങനെ കേറ്റും? അതൊക്കെ ഇവിടെ വിയറ്റ്നാമീസ് ആൾക്കാരല്ലേ, അവര് വേണമെങ്കിൽ റൂമിനകത്തോണ്ട് ഒതുക്കി വെച്ച് തരും, അതും ചെയ്തു തരും. രസപ്രിയ,
ബാൽക്കണി നോക്ക്, ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ബാൽക്കണി ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പക്കാ റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അത് എനിക്കത് 79 അത്രയും പഴയതാ പ്രോപ്പർട്ടി. ഏതാത്? ഓ ആ റൂം നോക്ക്, എന്റെ ബാൽക്കണി അടിപൊളിയായിരിക്കില്ലേ? ശരി, ഞാൻ പോയി. യോസോ അതെങ്ങനെ ജിറാഫിന്റെ തല അവിടെ ആവുമ്പോ കാത് എങ്ങനെ ഇവിടെ ആവുന്നേ? അതൊന്നും ഇല്ല. തല അവിടെ കാത് ഇവിടെ വരും. ഏതോ ക്രേസി ആയി ഹൗസിന്റെ അകത്ത് വന്ന് മൈൻഡ് ഒക്കെ പോയി. ഇനി അഭിനയായിരിക്കും കേട്ടോ അവന്. ആലോചിക്കണ്ട. ഇത് ഫുൾ സ്റ്റെപ്സ് ആട്ടാ, കംപ്ലീറ്റ് ഹൗസ് സ്റ്റെപ്സ്. എനിക്കൊന്നു ഇതിന്റെ ഡിസൈനറിന് മറ്റെല്ലാരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. കാണാനുണ്ടായ പെണ്ണാ ആണോ? അവളെ ഒന്ന് കിട്ടട്ടെ കയ്യില്. റൂം തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കിത് അല്ലല്ല, ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. ഓ ഇത് കാംഗ്രൂ റൂം. കാംഗ്രൂ ഇവിടെ കണ്ട ഇവിടെ വരെ കാണാം. നോക്ക്, ഇതിന്റെ അകത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യാൻ. പക്ഷെ ബെഡ് അവിടെയാ കണ്ട, അത്രേ ഉള്ളൂ സ്ഥലം. ഇവിടെ ഒന്ന് നോക്ക്, അകത്ത് ടീപ്പോയൊന്നും ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതും ആ റൂമിന്റെ ഭാഗമായിരിക്കും. ആൻഡ് ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടമായിട്ടോ. രണ്ടുപേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു യുണീക്ക് സ്റ്റേക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വർക്ക് ഡെസ്ക് ഉണ്ട്, ഒരു സോഫ സെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ചെറിയ സ്റ്റൂൾസ്, പിന്നെ അവിടെ ബെഡ്റൂമും ചെറിയ ബാത്റൂമും. അടുത്താണ് തലാത്തി വരുമ്പോൾ താമസിക്കും. അല്ല, നോട്ട് യു, ഞാനും അന്തും ജെഫ്രനും ജോബിനൊക്കെ ഞങ്ങൾക്ക് ക്രേസി ഹൗസിൽ ഞങ്ങളെ പോലെ വൈബിങ് ആൾക്കാരെ താമസിക്കും. ജെഫ്രൊക്കെ പറന്ന് കയറും. അവിടെ പാൻഡാ അല്ല, ഇത് ബെയർ തന്നെയാ. ഹണിബി ആൻഡ് ബെയർ. അതെ, ബെയർ തീം. അത് കൊള്ളാലോ. ആക്ച്വലി റൂം അത്യാവശ്യം നല്ലതാട്ടെ. ഇത് ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു സ്പേസ് വരും. ആൻഡ് ഇവിടെ ഒരു വാർഡ്രോബ് വിത്ത് മിറർ. ഇത് ബെയറിന്റെ വൈറ്റിലാണ് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഹണി ഉണ്ട്. ഇത് ഫയർ പ്ലേസ് ഉണ്ട്. ഉണ്ടോ? ഇപ്പഴത്തെ നോക്കാം, മിററിൽ കൂടെ റിഫ്ലക്ഷൻ കണ്ടോ? ബാത്റൂം ഉണ്ട് ഈ ഡോറിന്റെ ബാക്കിലായിട്ട്. സോ ഇതാണ് ബെയർ. ഇതൊക്കെ ഈസിലി രണ്ടുപേർക്ക് താമസിക്കാം. ആക്ച്വലി എനിക്ക് താമസിക്കണം. ഞാൻ ജെഫ്രിനൊക്കെ ആയിട്ട് വരട്ടെ. ഒരു ബെഡ് വേണ്ടി വരും. ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചോളാം. നോക്കുമ്പോ തന്നെ നമുക്ക് ഏതോ എക്സെൻട്രിക് ആയിട്ട് ക്രിയേറ്റീവ് ലിമിറ്റ്സ് ഇല്ലാതെ ഡിസൈൻ ചെയ്ത ആരോ ആണ് കേട്ടോ. യു ക്യാൻ സീ ദാറ്റ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓൾസോ. നമുക്ക് നമ്മുടെ മൈൻഡിന് ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. ഇത് ഭ്രാന്ത് ഉണ്ടെന്ന് ഉറപ്പാണ്. കിട്ടിയ അങ്ങനത്തെ ഭ്രാന്ത് വേണം, എന്നാലേ ലോകം മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ. ഓഫ് അല്ല, പല രീതിയിൽ പോവാം. ഈ വഴി പോയാലൊക്കെ ഒരേ സ്ഥലത്ത് എത്തുന്നത്. ഇത് നോക്ക്, ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ചെറിയ കോറിഡോർസ് അല്ലേ ഇവിടെ? അങ്ങനത്തെ ഡിസൈൻ ആണ്. സ്റ്റെപ്പ് ഹൗസാ, അതും കൊള്ളാലോ. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് ജ്യൂസും കഫേയും സെറ്റപ്പൊക്കെ ഉണ്ട് ഹോട്ടലിൻ്റെ മുകളിൽ. ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് കുടിക്കാനും. എന്തേ, എങ്ങോട്ട് ബാ, എക്സ്പ്ലോർ ചെയ്യാം. മുകളിൽ കയറി നമുക്ക് You guys stay here and we will explore the full thing and we will go back to the city. എന്തെങ്കിലും കാണും പോയാലും. അതെ, മമ്മളില്ലേ, മമ്മളി ഇവിടെ ഇരിക്കാം. അമ്മ, we will all go and you will guys sit here and we will explore the full house. You will guys stay here and watch your phone and guys sit and relax. When we will guys explore. Okay. Bye bye. Bye. ഇങ്ങനത്തെ ഒക്കെ സ്റ്റെപ്സ് പലതും വെക്കും. ഇതൊരു അഡ്വഞ്ചറും കൂടിയാണ് കേട്ടോ. വെറുതെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വേണമെങ്കിൽ വേറെ പറയാം. വലിയ പൈസ കൊടുക്കാതെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാലോ. എന്താ അവിടെ നോക്ക്. മേളിൽ കയറ്. ഓഫ്, ഇതൊക്കെ പ്രിയ എങ്ങനെ കേറും?
ഭയങ്കര സ്റ്റീപ്പ്. ആ ഇരുന്നോ, വേദു ഇറങ്ങിക്കോ, ഞാൻ പോയിട്ട് വരാം. ആ ആ ആ ആ ആ ആ ഇപ്പൊ വീഴും. ആ ചുമ്മാ കേറിയോ? ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ആ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മൂത്രം ഒഴിച്ചോ. ബാ, ഇത് കൊള്ളാലോ. ഇത് വാട്ടർ തീം പോലെയായല്ലോ ഇപ്പൊ. അകത്തേക്ക് വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലയിടത്ത് ആനിമൽസ്, ചിലയിടത്ത് റോക്ക് കേവ്സ്, ഇതിപ്പോ അണ്ടർ വാട്ടർ. കൊള്ളാലോ സെറ്റപ്പ്. വാ, ഇത് ആക്ച്വലി ഗ്ലിറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ സ്റ്റെപ്സിലൊക്കെ ഗ്ലിറ്റേഴ്സ് ഇട്ടിട്ട് ഈ ഏരിയയൊക്കെ വെറുതെ ചെയ്ത് വെച്ചിരിക്കുക. റൂംസ് ഒന്നും ഇല്ല ഇവിടെ. ഇവിടുത്തെ സ്വിച്ച് ബോർഡ് വരെ കണ്ട ഡീറ്റെയിലിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ നോക്ക്. എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ എന്തിനാ ഓഫ് ചെയ്തേ? പോയിക്കേ വേദു, അവരെ പിടിച്ച് അടിക്കും കേട്ടോ. ഇതുപോലൊരു ഹിസ്റ്ററി റൂമുണ്ട്. സോ ഇത് ആരാ ഡെവലപ്പ് ചെയ്ത്, എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്, അതിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി മൊത്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ പ്ലാൻസ്, ഇത് ഡിസൈൻ പ്ലാൻ ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ രീതിയിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ ഇത് നോക്ക്, അണ്ടർ വാട്ടർ തീം. ഞാൻ പറഞ്ഞില്ലേ, ഷാർക്സ് ഉണ്ട് നോക്ക്, ഫിഷ്, ഡോൾഫിൻസ്, പിയാനോ വരെ ഉണ്ട് അണ്ടർ വാട്ടറിൽ. അവർ പറയുന്നത് 4 മരങ്ങളുണ്ട് ഇതുപോലെ. ഇതിൻ്റെ അകത്ത് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഈ 4 മരങ്ങളും വെട്ടാതെയാണ് അവരിത് പണിത് വെച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് എന്താന്ന് പോയി നോക്കിക്കേ, ഷെല്ല്. വേഗം പോ. എന്താ അതിന്റെ താഴെയാണോ? ഓക്കെ, റൂമും കൂടെ നോക്കാൻ പറ്റും. റൂംസിന്റെ അകം കാണാൻ നല്ല ഇൻട്രസ്റ്റാണ്. എന്തെങ്കിലും തീം കാണും. ആ നോക്കട്ടെ, ഇത് വലിയ റൂമാണല്ലോ. ഓ നൈസ്, ടൈഗർ തീം. അവിടെ വാഷ് ബേസിൻ കണ്ട, അത് വാഷ് ബേസിൻ. ദിസ് ലുക്സ് ആക്ച്വലി നൈസ് കേട്ടാ. ഇത് അത്യാവശ്യം എല്ലാം ഡബിൾ ബെഡ് ആണ്. ആൻഡ് ദെൻ ഓ ഇത് 4 ബെഡുണ്ട് ഇവിടെ. അല്ല സോറി, ഇവിടെ ഒരു ഡബിൾ ബെഡും ഇവിടെ ഒരു ഡബിൾ ബെഡ്. ഇത് അത്യാവശ്യം നല്ല വലിയ റൂമാണല്ലോ. ടൈഗർ റൂമാണ് ബെസ്റ്റ് കേട്ടാ. നിങ്ങൾക്ക് സ്പേഷ്യസ് റൂം വേണമെങ്കിൽ. ലയൺ റൂം ഒന്നും ഇല്ല. നമ്മള് എക്സിറ്റ് ആയടാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് എക്സിറ്റ്. നമ്മൾ തുടങ്ങിയ അടുത്ത് ഇവിടെ വന്നു. അമ്മേനെ വിട്ടിട്ട് പോവാം. വാ പോവാം. ഞാൻ വരില്ല. വേദു ഒറ്റയ്ക്ക് പോയി തപ്പിക്കോ. വേദു ലോസ്റ്റ് ആയ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാണ് തിരിച്ച്. ഓ അമ്മേനെ തപ്പിക്കൊണ്ട് വരണേ. ആ ബൈ. ഞാൻ ശരിക്കും പോവാ. ഓക്കെ ബൈ. പേടിച്ച് നിൽക്കോ അവൻ. വാ നമുക്ക് തപ്പാം. ഞങ്ങള് ലോസ്റ്റായി എക്സിറ്റിൽ പോയി. പിന്നെ ഒന്ന് വിളിയേക്കാത്ത ഇവിടെ മിണ്ടാതിരുന്ന് ഇരിക്കുന്നു. ആ എന്നിട്ട് പിന്നെയും ഓൾ ദ വേ കയറി വന്നു. വന്ന വഴി വരാൻ പറ്റില്ല. എക്സിറ്റ് ഇപ്പറോ. വേറെ നല്ല ടൈഗർ റൂം ഉണ്ട്, വലിയ റൂമാ. ആ പിന്നെ അടിയിൽ അണ്ടർ വാട്ടർ തീം ഉണ്ട്. വാ ഇനി ഇറങ്ങാനേ ഉള്ളതേ ഉള്ളൂ. വേറെ ദിവസമല്ല, ഇതൊരു അണ്ടർ വാട്ടർ തീം. ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൻസ് ഒന്നും ഇല്ല, ചുമ്മാ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടുന്ന് കണ്ട അടിയിലേക്ക്. ഷാർക്കിന്റെ അകത്ത് വായിക്ക് അകത്ത് ചാടണം നമ്മള്. ഒരു സെൻസും ഇല്ലല്ലേ ഡിസൈനില്. പക്ഷെ somehow it works. അതൊരു ആർട്ടിസ്റ്റ് ചെയ്തതെന്ന് കണ്ടറിയാം. അതെ അല്ലേ? ഏതോ മമ്മിയുടെ വീട് പോലെ ഒരു സെൻസ് ഇല്ല. പിന്നെ നമ്മുടെ വീട് എന്ത് ഭംഗിയല്ലോ. നമ്മുടെ വീട് പോലെ. മമ്മിക്ക് ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള ഇതുപോലെ ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. മമ്മിയും ഡാഡി നല്ല ആർട്ടിസ്റ്റാണ്. നീ വരയ്ക്കുമല്ലോ, ഞങ്ങൾക്ക് അറിയാലോ. എന്താ ഡിസ്കഷൻ? ദിലീപ് ശങ്കർ ആണ് ഒട്ടും ആർട്ടിസ്റ്റിക് മൈൻഡ് ഇല്ലാത്ത ഒരാള്. അതെനിക്കറിയില്ല. പേന പിടിക്കാൻ അറിയില്ല, പെൻസിൽ പിടിക്കാൻ അറിയില്ല, ആപ്പിള് വരയ്ക്കാൻ അറിയില്ല. കണ്ട അതാണ്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം അപ്പയുടെ മോനാ. അത്രേ ഉള്ളൂ.
അമ്മ ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ല. ഇല്ല. ജിറാഫിന്റെ വായിൽ കൂടെ കയറി ഷെല്ലിന്റെ അകത്തൂടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് ക്രേസി ഹൗസ്. ഒരു ലോജിക്കും ഇല്ലാത്ത ക്രേസി ഹൗസ്. പക്ഷെ ടൂറിസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ബേസ് പോലെയാണല്ലോ. പിന്നെ നമുക്കും അവിടെ കോഫി ഉണ്ട് 100 രൂപയൊക്കെ ഉള്ളൂ. അതായത് ഐസ് ടീ ഒക്കെ. നല്ല സ്ഥലം ഇരുന്ന് കുടിക്കാനൊക്കെ നല്ല സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ചെറിയ പൈസയേ ഉള്ളൂ. വേറെ ഇവിടെ നമ്മൾ ഇരിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു കിടിലൻ സ്ഥലം നിങ്ങളെ കാണിക്കാനുണ്ട്. ഇത് വേണമെങ്കിൽ സുഖമായിട്ട് കയറി പോവാൻ കേട്ടത്. ഇവര് കയറി ഇറങ്ങി നോക്കൂ. പ്രിയ ചെയ്യ്. വാ. You can do, no? I can do. You are the one who goes to gym every day. You only go to gym, no? Prove it. ഇപ്പൊ ചെയ്യാൻ വയ്യ. ജിമ്മിൽ പോകുന്നത് പ്രൂവ് ചെയ്യും. ഇവിടെ കിടന്ന് ഞാൻ വല്ലതും തലകുത്തി വീണ തീർന്നു. വേണ്ട. It's very risky. കയറിപ്പോയി. ബാ. വീഴില്ലേ ഉണ്ണി? ഞാൻ പ്രിയം കൂടെ കയറിയ സെറ്റായി. ഞാൻ കയറിയില്ലേ? എനിക്ക് കയറാൻ പറ്റൂ? ഈ ഹെൽത്ത് വെച്ചോണ്ട് യു ആർ സോ ബ്രേവ്. അവരെ ബെസ്റ്റ് ആളാ. അവരെല്ലാം പേടിയാ. അവൻ സ്റ്റെപ്പ് വഴി കയറിപ്പോയതാ. ഇവിടുത്തെ നമ്മള് സാധാരണ സ്റ്റെപ്പ് വഴി. എന്നിട്ട് അവിടെ പോയി നിന്നു. റിസ്ക് എന്ന് പറയുന്ന സാധനം വേദുവിന്റെ അടുത്തൂടെ പോയിട്ടില്ല കേട്ടാ. അമ്മേനെ പോലെയാ. നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട അല്ലേ? എന്ന സ്ഥിതിക്ക് ഇതേ കോക്കനട്ട് കുക്കീസ്, ബ്രൗണീസ്, ബനാന കേക്ക് ലുക്സ് റിയലി നൈസ്. സ്മൂത്തീസ് എല്ലാം ഉണ്ട് കേട്ടോ. വളരെ എക്സ്പെൻസീവ്. ഏറ്റവും വില കൂടി ഞാൻ ഇവിടെ കണ്ടത് 100 രൂപ. 100 രൂപ. സ്ഥലങ്ങളാ. എനിക്ക് ഇനി വിയറ്റ്നാം വന്നാൽ മതി. വേദുവിന് ഒരു കോക്കനട്ട് കുക്കി, പ്രിയ മോഹൻ ഒരു ബനാന കേക്ക് ഷെയർ ചെയ്യാം. ഡില്ലുവിന് ഒരു വിയറ്റ്നാമീസ് കോഫി. എല്ലാം കൂടെ 250 രൂപ. ഓ ഫസ്റ്റ് ടൈം ആവുന്നായി അല്ലേ? പ്രിയ ഫുൾ റീൽസ് ആയിരിക്കും കേട്ടോ ഇനി. അതിനാണ് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇതോട്ട് പ്രിയ റീൽസും യൂട്യൂബ് ഷോർട്സും ഭയങ്കര ആക്റ്റീവ് ആവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഷെയർ ചെയ്യണം. ഇട്ട 1 വർഷത്തിനുള്ളിൽ ഇട്ട. ഞാനതാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. എല്ലാം എടുത്തു വെക്കും. മറ്റേ ചൈനയിൽ പോയപ്പോ, പണ്ടല്ല കഴിഞ്ഞ ഈ വർഷം ചൈനയിൽ പോയപ്പോ നമ്മൾ കേറിയില്ലേ മറ്റേ മല, അതുവരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല, ഇടാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ബനാന കേക്ക് എങ്ങനെയുണ്ട്? ഇടുമ്പോ നിങ്ങൾ എല്ലാരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറ? സംസാരിക്കാൻ വിടുന്നില്ല. ഫോട്ടോ മോഹനാക്കാം. എന്റെ വളിപ്പം എല്ലാം കിട്ടിയിട്ടുണ്ട് അവന്. ഫോട്ടോ മോഹൻ. ഇതെങ്ങനെയുണ്ട് ബനാന കേക്ക്? ഇതും അടിപൊളി, അതും അടിപൊളി കേട്ടാ. നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ട്രൈ ചെയ്തോ? ഏതാ? ഇതിന് 90 മൊത്തത്തില്. എന്നാൽ നിങ്ങൾ എന്തായാലും ഈ കഫേയിലും കയറണം. ഇവിടെ ഇരിക്കണേ. ഇവിടെ ഇരിക്കാൻ എന്ത് രസമെന്നറിയോ? എസ്പെഷ്യലി വെതർ ഇത്രയും നല്ലതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്നിനും കൊള്ളില്ല. ബിക്കോസ് ദ വെതർ ഇസ് ഗുഡ്. ഇറ്റ്സ് എക്സ്ട്രീംലി അഫോർഡബിൾ ആൻഡ് ഫുഡ് സോ ടേസ്റ്റി. അതൊരു 250 രൂപയ്ക്ക് ആ കേക്ക് മാത്രം കഴിക്കാം. ഇനി പോകുന്ന ഹോട്ടലില് നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ളത് കുക്ക് ചെയ്ത് കഴിക്കുക. വേദം കുക്ക് ചെയ്യും? എന്ത് ബേൺ ചെയ്യും? അവിടെ എല്ലാം കത്തി ചാമ്പലാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പല വെറൈറ്റി ഫുഡ്സ് ആണ് കൊണ്ടുവരാൻ നോക്കുന്നത്. സോ ഇന്നലെ വെസ്റ്റേൺ ഫുഡ് ആയിരുന്നു. നമ്മൾ അതിന് മുമ്പ് ഫോയും ഇവിടുത്തെ വിയറ്റ്നാമീസ് ഫുഡ് കഴിച്ചു. ഇത് ആക്ച്വലി കൊറിയൻ ബാർബക്യൂ ആണ്, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. എസ്പെഷ്യലി തണുപ്പത്താണ് നമുക്കിത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ കൊറിയൻ ബാർബക്യൂ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. ആക്ച്വലി ഉണ്ടല്ലോ ഏറ്റവും പോപ്പുലർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ടൈം ആക്ടിവിറ്റി, ദലാത്ത് നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഞാൻ അത് നാളത്തെ അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ കാണിക്കാം. ഇമാജിൻ ഇൻ ദിസ് കോൾഡ് യു ഗെറ്റിംഗ് സം അമേസിംഗ് വിയറ്റ്നാമീസ് ഫുഡ് ഇൻ ദിസ് സ്ട്രീറ്റ് ഫുഡ് നൈറ്റ് മാർക്കറ്റിൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സോ അതിൻ്റെ ചുറ്റുവട്ടം താമസിച്ചാലും എല്ലാം വാക്കബിൾ ആയിരിക്കും. ഇവിടെ കുറേ ഇതുപോലെ കരോക്കെയും നല്ല ഗ്രിൽസും പാർട്ടി സ്ഥലങ്ങളും കഫേസും റെസ്റ്റോറൻറ്റ്സും സലൂൺസും മസാജസും എല്ലാം ഉണ്ട്. സോ ദലാത്ത് നൈറ്റ് മാർക്കറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ അടുത്ത് താമസിക്കാൻ പറ്റിയാലും അടിപൊളിയാണ്. ഇതാണ് ആക്ച്വലി ദലാത്തിന്റെ സിറ്റിയെ. അത്യാവശ്യം ക്രൗഡഡ് ആണ്.
എല്ലാം ഉണ്ട്. ഭയങ്കര ബ്രൈറ്റ് ആണ്. നമ്മുടെ ഒരു ചെറിയൊരു സിറ്റി ഇല്ലേ, സിറ്റിയുടെ അത്രയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മറ്റേ ഇലക്ട്രോണിക് ഷോപ്സും വലിയൊരു സിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ. മോൾസും അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും ലോൺലിനെസ് അടിക്കില്ല. കുറച്ച് മാറി താമസിച്ച് നമുക്ക് സെക്ലൂഡഡ് ഫീലിംഗ് കിട്ടും. പ്രോപ്പർ സിറ്റി വേണമെങ്കിൽ ഒരു 10 മിനിറ്റിൽ എത്താം നമുക്ക്. ഒയ്യോ, ആസ് എക്സ്പെക്റ്റഡ് വീക്ക് ഡേ വന്നിട്ടും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ്. ഫുള്ളായിരിക്കുവാണ്. സീറ്റില്ല. കാരണം എന്താ പറയുക, ഇവിടെ വന്നിരുന്ന എല്ലാവരും 2-3 മണിക്കൂർ എന്തായാലും ഇരിക്കും. അങ്ങനെയാണ് ഇവിടെ. കൈ ചൂടാക്കിക്കോ തണുക്കുന്നുണ്ടെങ്കിൽ. ഇതിന് ഇതൊക്കെ ഇഷ്ടമാണല്ലോ. എല്ലാവരും ഇരുന്ന് ബാബയ്ക്ക് അടിച്ചിരിക്കുവാണ്. എന്തൊരു നാണോന്നറിയോ, ഇത്രേ ഉള്ളൂന്ന്. പക്ഷെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയാൽ ഇനി അങ്ങോട്ട് കിടക്കുവാണ് സ്ഥലം. ഇത് നോക്കിക്കേ, സോ ഫുൾ. അപ്പൊ അത്ര അടിപൊളിയായിരിക്കും കേട്ടാ. മേ ബി ഹൈലി റെക്കമെൻഡഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആദ്യം തന്നെ ഇവരുടെ ഐസ് കൊണ്ട് വെക്കുന്നതിനാ അറിയോ, ഇവിടെ എല്ലാവരും മിനിമം ഒരു 1/2 ഡസൻ ബിയറാ പറയുന്നത്. എല്ലാവരും ബിയർ ആൻഡ് ബാബയ്ക്യൂ സ്ഥലമാണ്. നമ്മൾ വരുമ്പോ തന്നെ അവർ ഡിസപ്പോയിന്റഡ് ആയേ. തുടങ്ങി പറയാ തണുപ്പത്ത് അവർ 6 ബിയർ. എനിക്കല്ലേ അലർജി. യു ഡോണ്ട് ഹാവ് അലർജി നോ? വേദുവിന് ഫുൾ അലർജിയാ. ബാബയ്ക്കിൻ്റെ വേറെ എന്താ ഡിഷ് ഉള്ളതെന്ന് അറിയോ? പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്. വേണ്ട, നമ്മള് ബാബയ്ക്യൂ കഴിക്കാല്ലേ വന്നേ. ലഡു കഴിച്ചോ? സ്റ്റാർട്ടറാ. ചെമ്മീന്, ബീഫ്, പോർക്ക്, ബേക്കൺ ആൻഡ് ദെൻ സം ഫ്രഞ്ച് ഫ്രൈസ്, കീംചി ആൻഡ് സാലഡ്സ്. ഇതൊരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ബട്ടർ ആൻഡ് ഷുഗർ ഞാൻ കണ്ടു. പൊട്ടേറ്റോ, അത് ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് അറിഞ്ഞില്ല. എങ്ങനെയുണ്ട് മിക്സ് ചെയ്തിട്ട്? കൊള്ളാവോ? ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ബട്ടർ ആൻഡ് ഷുഗർ. ഒരു കാരമൽ പോപ്കോണിന്റെ ഒക്കെ ഫ്ലേവർ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടാ. നല്ല സാധനമാണ്. വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് മലയാ. എത്ര ചെമ്മീനുണ്ട്? 1, 2, 3, 4 വലിയ ചെമ്മീൻ. ഞാൻ 400 രൂപ കേട്ടപ്പോ കുറച്ച് കൂടുതലാന്ന് തോന്നി. കാരണം ഇവിടെ അങ്ങനെ എക്സ്പെൻസ് ആവാറില്ല. ഇത് മലയാണ്. ചിയാങ് മാറിയിരിക്കുമല്ലോ ക്വാണ്ടിറ്റിയില് അല്ലേ? അത് 4 ചെമ്മീൻ. ഇതെങ്ങനെയാന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഇതിന്റെ കറക്റ്റ് കുക്കൊന്നും ചെയ്യാൻ നമുക്ക് ശീലമില്ലല്ലോ. സോ ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി കോൺ കരിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. കോണിൽ തന്നെ നമ്മൾ തുടങ്ങാൻ വിചാരിച്ചു. കോണിൽ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടു. ഇവർ ഈ ബട്ടറിന് ഭയങ്കര ടേസ്റ്റ്. പക്ഷെ കറക്റ്റായി കുക്കാവണ്ടേ. ദേ കോപ്പി അടിക്കുന്നത്, 10ാം ക്ലാസ് എക്സാം കോപ്പി അടിക്കുന്നത്. നല്ല ശീലമാണല്ലോ കോപ്പി അടിച്ച്. അത് ഓരോ ടൈപ്പ് ഐറ്റംസിന് അവർ ഓർഡർ ചെയ്ത ഈ ഗ്രില്ലല്ല. ഓക്കെ നോക്കട്ടെ. ആക്ച്വലി ഉണ്ടല്ലോ, ഈ കഴിക്കാൻ വരുന്നവർക്ക് പറ്റിയ പരിപാടിയല്ല. ഒരു ഗ്യാങ് ആയിട്ട് വന്ന് ഒരു 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് ബിയറൊക്കെ കഴിച്ചിട്ടുള്ളതാ. ഇത് നടക്കില്ല. ഇത് എത്ര നേരം എടുക്കുന്നത് കുക്ക് ചെയ്യാൻ കുറെ ടൈം. ആറാൻ അതിനും കാട്ടി ടൈം. അതിന്റെ അടുത്ത ബാച്ച് ഇടാൻ അതിനും കാട്ടി ടൈം. പിന്നെ എങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാം, അവരോട് കുക്ക് ചെയ്ത് ഞാൻ പറയാം. തിരിച്ചു കൊണ്ടുപോയിട്ടല്ലേ എളുപ്പമായല്ലോ. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ബീഫ്. ഇറ്റ് ലുക്സ് പെർഫെക്റ്റ് ആൻഡ് ജ്യൂസി. ബീഫ് ലുക്സ് നൈസ്. ദ ഗ്രിൽഡ് പോർക്ക് അതും നന്നായി കുക്കായിട്ടുണ്ട്. ആ ചാറൊക്കെ വന്നിട്ടുണ്ട്. കുക്കായി അതോ പച്ച തന്നെയാണോ? ബീഫ് പോക്ക് ടേസ്റ്റ് ഉണ്ടോ? ഇത് മസാലയൊക്കെ പരട്ടിയാണ്, പച്ചയല്ല കേട്ടാ. നമ്മള് സ്റ്റേക്ക് ഒക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇതെങ്ങനെ ബീഫ് ആണോ? ഇതൊക്കെ ടേസ്റ്റ് ആണ്. വ്ളോഗ് ചെയ്യാൻ കുറച്ച് പാടാണ്. മീറ്റിന്റെ ക്വാളിറ്റി ഇത്ര അടിപൊളിയായതുണ്ടല്ലോ. യു കൻ ജസ്റ്റ് എൻജോയ് സോ മച്ച്. മസാലയും സോസൊക്കെ വളരെ കുറച്ചുള്ളൂ. ഫുൾ മീറ്റി ഫ്ലേവേഴ്സാണ്. എനിക്ക് തോന്നുന്നു ബേക്കണും ബേക്കൺ ആൻഡ് മഷ്റൂംസ് അതും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ടും പോയി. ഭയങ്കര ബഹളം.
ഇതൊരു പാർട്ടി പ്ലേസ് ആട്ടാ. ഫുഡ് ചെയ്ത് പാർട്ടി ചെയ്യാനുള്ള സ്ഥലമാ. എന്തൊരു ലൗഡാന്ന് അറിയോ. കറണ്ട് ഇല്ല ഇവിടെ വല്ലതും കഴിച്ച. ഗൈസ്, ഞാനേ വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഫുഡ് പോരാന്ന്. ഭയങ്കര ഡെലിഷ്യസ് ആണ്. ഞാൻ ബട്ടറൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്യാം. എല്ലാം കഴിഞ്ഞു. പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് അടിപൊളി. ഈ ഐസ് ടീ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഒരു ഫ്രഷ്ലി സ്ക്വീസ് ഐസ് ടീ. അതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ജാസ്മിൻ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര റിഫ്രഷിങ്, അടിപൊളി ഫുഡാണ്. ഒരു 2 hours അല്ലെങ്കിൽ 3 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നാൽ കൂടുതൽ എൻജോയ് ചെയ്യാം. ഗ്യാങ് ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ. കൈ കഴുകാൻ വന്നപ്പോഴേ ആദ്യമായിട്ടാണ് ടോയ്ലറ്റിൽ ഇങ്ങനത്തെ ഒരു സാനിറ്റൈസർ, സ്മെല്ല് വരുന്ന സാധനം വെച്ചിട്ട്. ഇതെന്താ പറയുക, ഒരു കെറ്റിലിൽ നമ്മുടെ ഒരു ടീയും മൾഡ് വൈനൊക്കെ പോലത്തെ കുറേ ഹെർബ്സും സിനമണും സ്പൈസസ് ഒക്കെ ഇട്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രഷ്നർ. ഫുഡ് നമ്മൾ കഴിച്ചതിൻ്റെ എമൗണ്ട് 2220 rupees ആണ്. സോ കഴിച്ചിട്ടും മതി വരാതെ അവിടെ നിന്ന് നമ്മൾ നന്നായി കഴിച്ചു കേട്ടാ. പക്ഷെ കണ്ടപ്പോൾ ഡിസേർട്ട് കഴിക്കാൻ ഒരു മൈനസ്. ഇതെല്ലാം 120 rupeesന്റെ റേറ്റ്. പിന്നെ പുറത്ത് ഭയങ്കര തണുപ്പ് ആയതുകൊണ്ട് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കണല്ലോ. സോ ആദ്യമേ പ്രിയയുടെ നല്ലതായിരിക്കും. എന്തിനാ ടേസ്റ്റ് ചെയ്യുന്നത്? പ്രിയ ഇത് വേണ്ടെന്ന് പറഞ്ഞാണ്. വേറെ എന്തോ സെലക്ട് ചെയ്തു. ഞാൻ ഇത് എടുക്കാൻ. എന്താ നമ്മുടെ നാട്ടില് ഫജ്ടാട്ട് കിട്ടും ഈ പന്തലിലൊക്കെ. ആ ഫജ്ടാട്ടും ചീസ് കേക്കും മിക്സ് ആയത്. അങ്ങനെയാ. ഇനി ഇത് നോക്കട്ടെ. ചോക്കോ ലാവയാണോ പൊട്ടിത്തെറിച്ച്? നോക്കട്ടെ അടിയില് ഒഴുകുന്നുണ്ടോന്ന് ലാവ. ഇല്ല കേട്ടാ, ലാവ ഒഴുകിയില്ലേ? ഇത് നോക്കട്ടെ ഒഴുകുന്നു. അത് രണ്ട് സെയിമാ. വേദുവിന്റെ ആണ് പൊട്ടിയത്. അപ്പടെ പൊട്ടിയില്ല. എടുത്ത് നോക്ക് കൊതിച്ച് ഒരാൾ